സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരം കടുപ്പിച്ച് ആശാവർക്കർമാർ. സമരം 44-ാം ദിവസത്തിലേക്കാണ്. നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ സമരവീര്യത്തിന് ഒട്ടും കുറവില്ല. സെക്രട്ടേറിയറ്റിന് മുന്നിലെ സമരവേദിയിൽ ഇന്നലെ ആശമാരുടെ കൂട്ടോപവാസം നടന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, സമരം ഒരടി പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു. അത് തെളിയിക്കുന്നുമുണ്ടവർ. കാരണം ഓരോരോ ഘട്ടങ്ങളായി സമരവീര്യം കൂട്ടുന്ന പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. ഇന്നലെ കൂട്ട ഉപവാസമായിരുന്നു. ഇന്ന് ഒരു വശത്ത് നിരാഹാര സമരം 6-ാം ദിവസം, അതേസമയം ആകെ സമരം പ്രതിഷേധം 44 ദിവസം ആകുന്നു. എന്താണ് ആശമാരുടെ പ്രതികരണം? കൃഷ്ണരാജ്, ഗുഡ് മോർണിംഗ്. 44-ാം ദിവസവും ആശമാർക്ക് നിരാശ തന്നെയാണ്. കാരണം ഈ 44 ദിവസം പിന്നിടുമ്പോൾ ഇവർക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിച്ചിട്ടില്ല. നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 6-ാം ദിവസത്തിലേക്ക് നിരാഹാര സമരം കടക്കുമ്പോഴും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും ഇത്തരത്തിൽ സംസ്ഥാന നേതൃത്വത്തിലുള്ളവരാണ് ആശാ സമരപ്പന്തലിൽ നിരാഹാരം കിടക്കുന്നത്. ഒരു ഘട്ടത്തിലെങ്കിലും ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർക്ക് കിട്ടേണ്ട നീതിയും ആനുകൂല്യവും, അല്ലെങ്കിൽ ഇവർക്ക് കിട്ടേണ്ട നീതിയും അവകാശവും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുമെന്ന് ഈ ഘട്ടത്തിലെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിരാഹാര സമരം 6-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരന്തരം നിയമസഭയിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നിയമസഭയിൽ ഉൾപ്പെടെ ഈ വിഷയം പല ഘട്ടങ്ങളിലും ചർച്ചയാവുകയാണ്. എല്ലാ തലങ്ങളിലും ചർച്ചയാകുമ്പോഴും സർക്കാർ ആശമാരെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. കേൾക്കാൻ വരട്ടെ, അതുവരെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടാണല്ലോ ഞങ്ങളിരുന്നത്. നിരാഹാരമാണെങ്കിൽ നിരാഹാരം ഇവിടെ ഉണ്ടാവും ഞങ്ങൾ. ഇന്ന് എത്ര പേരാ? ഇന്ന് ആരൊക്കെയാണ് നിരാഹാരം? ഞങ്ങൾ തുടക്കം മുതലുള്ളവരാണ്. ഞാനും തങ്കമണി, ശോഭയാണ് നിരാഹാരം. ആശുപത്രിയിൽ കൊണ്ടുപോയവർക്ക് എന്തായി അവരുടെ അവസ്ഥ? അത് കുഴപ്പമില്ല. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, 2 ദിവസമായിട്ട് ഇവിടെ വരുന്നുണ്ട് ഷീജ. ഏതെങ്കിലും ഭാഗത്തുനിന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇങ്ങോട്ടേക്ക് സമരപ്പന്തലിലേക്ക് ഏതൊക്കെയോ സംഘടനകൾ വരുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർക്കുന്നില്ല ആരാണെന്ന്. ഇന്ന് വരും കുറേ സംഘടനകൾ. ഈ നിരാഹാരത്തിൽ പങ്കെടുക്കാത്ത ആശമാർ ജോലിക്ക് പോകുന്നുണ്ടോ? ഈ ഫീൽഡ് വർക്കിന് പോകുന്നുണ്ടോ? എല്ലാ ജില്ലകളിലും എല്ലാ വർക്കിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്ന ധാരാളം ആശമാരുണ്ട്. എല്ലാ ജില്ലകളിലും പോകുന്നുണ്ടോ? ഇല്ല, അവർ ജോലി ഒഴിവാക്കി നിൽക്കുകയാണ്, സമരത്തോടൊപ്പം നിൽക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾക്ക് പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർക്കിപ്പോൾ നിരാഹാര സമരത്തിൽ ഏതാണ്ട് ഈ സമരപ്പന്തലുള്ളവരാണുള്ളത്. അപ്പോൾ മറ്റു ജില്ലകളിലെ ആശമാർ ഇത്തരത്തിൽ ജോലിക്ക് ഫീൽഡ് വർക്കിന് പോകുന്നുണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ കൂട്ടത്തിലുള്ളവർ ഇത്തരത്തിൽ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ മറ്റു ജില്ലകളിലുള്ളവരും ജോലിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ നിയമസഭയിൽ ഉൾപ്പെടെ വന്നൊരു ചർച്ചാ വിഷയമായിരുന്നു വേനൽക്കാലമാണ്. വേനൽക്കാലത്തിന് ശേഷം വരുന്നൊരു വലിയൊരു മഴക്കാലമാണ്. അപ്പോൾ ഒരുപക്ഷെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആശാ വർക്കർമാരെ പോലുള്ള ഫീൽഡ് വർക്കേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആരോഗ്യ മേഖലയിൽ, അല്ലെങ്കിൽ ഈ തദ്ദേശ മേഖലകളിലൊക്കെ ആരോഗ്യ മേഖലകളിലൊക്കെ ഉള്ള ആരോഗ്യ പ്രവർത്തനങ്ങളിലും ഡേറ്റ കളക്ട് ചെയ്യുന്നതിനുമൊക്കെ അവരെ കൊണ്ട് മാത്രമേ ഈ ഡേറ്റകൾ കളക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്നൊരു വലിയ പ്രതിസന്ധി, നമ്മുടെ മുന്നിൽ നിൽക്കുന്ന വലിയൊരു വിവരശേഖരണം, അതൊക്കെ ഒരു പക്ഷേ ഈ ആശമാരെ ആശ്രയിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ നമ്മുടെ മുന്നിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ വീണ്ടും ഒരു കൈവിട്ട കളിയാണ് കളിക്കുന്നത്. ഏതാണ്ട് 23,000-ഓളം ആശാ വർക്കർമാരാണ് സംസ്ഥാനത്തിൻ്റെ നാനാഭാഗങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ സാധാരണക്കാരുടെ ഇടയിൽ, അല്ലെങ്കിൽ ഒരുപക്ഷെ സർക്കാർ പോലും അറിയാത്ത മനുഷ്യ ജീവിതങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരുടെ, അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരെയാണ് സർക്കാർ ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ സർക്കാർ കാണുന്നതെന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. നിരവധി തവണ ഈ വിഷയത്തിൽ നിയമസഭയിലും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലൊക്കെ ഈ വിഷയം വലിയ രീതിയിലുള്ള ചർച്ചയാകുമ്പോഴും സംസാരിക്കുമ്പോഴും ഒക്കെ അല്ലെങ്കിൽ സർക്കാർ കണ്ടില്ല എന്ന് നടിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. 6-ാം ദിവസമാണ് ഒരുപക്ഷെ ആശാ വർക്കർമാരുടെ ഈ ഒരു നിരാഹാര സമരം ആരംഭിച്ചിട്ടുള്ളത്. ഈ സംസ്ഥാന ആശാ വർക്കർമാരുടെ സംസ്ഥാന യൂണിറ്റിലുള്ള, അല്ലെങ്കിൽ സമരസമിതിയുടെ സംസ്ഥാന നേതാക്കളാണ് കഴിഞ്ഞ 6 വർഷമായിട്ട്
ഇവിടെ നിരാഹാര സമരമിരിക്കുന്നത്. കുറച്ച് പേര് ഈ ശാരീരിക അസ്വസ്ഥതകൾ കാരണം അവർ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യമൊക്കെ. സൗമ്യ ചേച്ചി, 6ാം ദിവസമാണ് സമരം. വിവിധ ഘട്ടങ്ങളിലൊക്കെ ഈ ചർച്ച വരുന്നു. എന്നിട്ടും സർക്കാർ ഒരുപക്ഷെ കണ്ടില്ല എന്നടിക്കുന്നു. നമ്മളൊരു വലിയ മഴക്കാലമൊക്കെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ സേവനം ഏറ്റവും കൂടുതൽ വേണ്ടൊരു സമയമാണ്. അപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പറയുന്നത്? അവർക്ക് ഇതൊന്നൊരു വിഷയമില്ലല്ലോ, അവിടെ കിടന്നോട്ടെ എന്നുള്ള ഇതിലാണ് അവർ പറയുന്നത്. നമുക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ അറിയിച്ചത്. വളരെ ന്യായയുക്തമായ കാര്യങ്ങളെ ഞങ്ങൾ ഗവൺമെൻറ്റിനോട് വെച്ചിട്ടുള്ളൂ. അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊന്നുമല്ല. ഒരു നിസ്സാരമായ കാര്യങ്ങളേ ഉള്ളൂ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ ഭരണകൂടത്തിൻ്റെ പിടിവാശിയാണ് ആശമാരെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിരിക്കുന്നത്. ആരാണ് നേതൃത്വം നൽകുന്നതെന്ന് ഇവർ ശ്രദ്ധിക്കേണ്ട. ആരാണ് നിരാഹാരം കിടക്കുന്നത്, ആരാണ് ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് മാത്രം ഗവൺമെൻറ് ചിന്തിച്ചാൽ മതി. അവരോടൊപ്പം എല്ലാ കാലത്തും സർക്കാരിൻ്റെ ഒപ്പം എന്താ പറയുക, എന്ത് ദുരന്തങ്ങളുണ്ടായ സമയങ്ങളും സർക്കാരിൻ്റെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ചവരാണ് ആശാപ്രവർത്തകർ. ജീവൻ പണയം വെച്ചാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും അവരോടൊപ്പം നിന്നത്. നിപ്പ ആവട്ടെ, കോവിഡ് ആവട്ടെ, പ്രളയമാവട്ടെ, പാലോടുള്ള ഈ അനിതകുമാരി ചേച്ചിയൊക്കെ ഉൾപ്പെടെ ഉള്ളവരെ വയനാട് ചൂരൽമലയിലൊക്കെ കൊണ്ടുപോയായിരുന്നു. പ്രളയത്തിന് സമയത്ത് വലിയ വാൻ കൊണ്ടുവന്നാണ് ആശാ വർക്കേഴ്സിനെ കൊണ്ടുപോയി അവിടെയുള്ള വീടെല്ലാം ക്ലീൻ ചെയ്യാനും രോഗികൾക്ക് ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോയത്. അതൊക്കെ സർക്കാർ മറന്നുപോയി. പക്ഷേ ഞങ്ങൾ ആശമാരത് മറന്നിട്ടില്ല. അപ്പോൾ ആവശ്യങ്ങൾക്ക് വേണ്ടി ചേർത്ത് പിടിക്കുകയും ആവശ്യം കഴിയുമ്പോൾ പുറംകാലം കൊണ്ട് ചവിട്ടിയെറിയുകയും ചെയ്യുന്നൊരു സ്വഭാവം ഒരു ഇടതുപക്ഷ സർക്കാരിന് ചേർന്നതല്ല. അവർ തൊഴിലാളി സർക്കാരല്ലേ. ഒരു ഫാസിസ്റ്റ് സർക്കാരാണെങ്കിൽ നമുക്ക് പറയാം അവർക്ക് തൊഴിലാളി വിരുദ്ധതയാണെന്ന്. എങ്ങനെ ഇവർക്ക് തൊഴിലാളി വിരുദ്ധത പറയാൻ പറ്റും? പണി എടുപ്പിക്കുമ്പോൾ തൊഴിലാളിയും ഞങ്ങൾ വേതനം ചോദിക്കുമ്പോൾ ഞങ്ങൾ സന്നദ്ധ പ്രവർത്തനമെന്ന് പറഞ്ഞാലും അതേ ഈ രാഷ്ട്രീയക്കാരും സന്നദ്ധ പ്രവർത്തനമല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ MP-മാർക്ക് വരെ എത്ര ലക്ഷം രൂപ കൂട്ടിക്കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സന്നദ്ധ പ്രവർത്തനം ചെയ്ത് ഞങ്ങൾക്കും അതേ ഓണററി വർദ്ധിപ്പിച്ച് തരാനേ ഞങ്ങളും പറയുന്നുള്ളൂ. എന്തുകൊണ്ട് ചെയ്യാൻ കഴിയുന്നില്ല? ഇവരുടെയൊക്കെ അവസ്ഥ കണ്ട. ചേച്ചിക്കാണെങ്കിൽ ഈ ശോഭേച്ചി, നിരാഹാരികളുടെ ശോഭേച്ചിക്ക് വാടക വീടാണ്, ഭർത്താവില്ല, വിധവയാണ്. അവർക്ക് 2 പെൺകുട്ടികളാണ്. മൂത്ത കുട്ടിയുണ്ട്, അതിനൊരു കൊച്ചുമുണ്ട്, അതും ചേച്ചിയുടെ കൂടെയാണ്. അപ്പോൾ അവരുടെയൊക്കെ ഇളയ മോളെ നേഴ്സിംഗ് പഠിപ്പിച്ചു, അതിൻ്റെ കടബാധ്യതകളുണ്ട്. അപ്പോൾ അത്രയൊക്കെ ബുദ്ധിമുട്ടിലുള്ള ആശാ വർക്കർമാരാണ് ഇവിടെ ഇരിക്കുന്നത്. ഈ പറയുന്ന എൻ്റെ വീട് പോലും ജപ്തിയിലായിരിക്കുന്ന വീടാണ്. ഞങ്ങൾക്ക് ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട്, എൻ്റെ കുടുംബ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വർധനവ് ഞങ്ങൾക്ക് ഈ ഓണററി വർദ്ധിപ്പിച്ച് കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ കുടുംബം ഒന്ന് പച്ച പിടിക്കും. ഒരുപാട് പച്ച പിടിക്കലല്ല, നമ്മൾ പറയില്ലേ, നാടോടെ ഓടുമ്പോൾ നടുവേ ഓടുക എന്നൊരു ആശയം മാത്രമേ ഞങ്ങൾക്കും ഉള്ളൂ. ഗവൺമെൻറ്റിന് കഴിയാത്തത് കൊണ്ടല്ല. ആന്ധ്ര സർക്കാരിന്, പശ്ചിമ ബംഗാൾ സർക്കാരിന്, കർണാടക സർക്കാരിന് ചെയ്യാമെങ്കിൽ അവർ പറഞ്ഞ് കൊടുത്തിട്ടില്ല. വാഗ്ദാനത്തിൽ അവർ എഗ്രിമെൻ്റെങ്കിലും എഴുതിയല്ലോ. അത് ഏപ്രിൽ മുതൽ അവർക്ക് പ്രാബല്യത്തിൽ വരുള്ളൂ. എന്നാലും അവരത് ചെയ്യാൻ തയ്യാറായല്ലോ. എന്തുകൊണ്ട് നിരന്തരമായി ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ എന്താ ഇങ്ങനെ അവഗണിക്കുന്നത്? അതേ ഞങ്ങൾക്ക് സർക്കാരിനോട് ചോദിക്കാനുള്ളൂ. എന്ത് ജോലി ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. ഇപ്പോൾ ഇവിടെ നിന്നാൽ പോലും ഞങ്ങളുടെ ജനങ്ങൾക്കൊരു ആവശ്യം വന്നാൽ അല്ലെങ്കിൽ ഒരു പ്രകൃതി ദുരന്തം വന്നാൽ ഞങ്ങൾ പോകും. കാരണം എന്താ പറയുമ്പോൾ ഞങ്ങൾ ഈ ജനങ്ങളെ സേവിക്കാൻ വേണ്ടി സേവന സന്നദ്ധരായി വന്നവർ തന്നെയാണ്. അവർ എന്ത് ആപത്ത് വന്നാലും ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും ഇനിയൊരു പക്ഷേ ആശാ വർക്കർമാർ ഈ സമരത്തിൽ തുടരുന്ന സാഹചര്യത്തിലാണ് പോലും ഒരു ദുരന്തം വരികയാണെങ്കിൽ സന്നദ്ധ സംഘടനയോടൊപ്പം ഒരു പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങുമെന്നാണ് അവരുടെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണത്തിലൂടെ അറിയിക്കുന്നത്. ഇവിടെ ആശാ വർക്കർമാരുടെ സമരത്തിലിരിക്കുന്ന ഓരോ ആൾക്കാർക്കും അവരുടേതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അവർ ഒരു പക്ഷേ അവരുടെ 23,000-ഓളം വരുന്ന ഈ ആശാ വർക്കർമാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ സമരം ചെയ്തത്. കഴിഞ്ഞ വർഷം ഈ തൊഴിലാളി മുൻ CIT നേതാവും ഇപ്പോഴത്തെ LDF കൺവീനറുമായിട്ടുള്ള TP രാമകൃഷ്ണൻ ഈ സഭയിൽ പറയുകയുണ്ടായി, ഈ INTC ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇപ്പോൾ ആശാ വർക്കർമാർക്കെതിരെയാണ് പറയുന്നത്. ഇവിടെ സ്വഭാവം വെളിയിൽ വന്നു തുടങ്ങി. ഇവരെ നിയമിക്കുന്ന സംഘടന അല്ലെങ്കിൽ ഇവരെ നയിക്കുന്ന സംഘടനയെ പറ്റിയിട്ടൊക്കെ ചോദ്യം ചെയ്യേണ്ട ഘട്ടമാണ്. ഏത് സംഘടന നയിച്ചാലും ഒരുപക്ഷെ അവർ ജോലി ചെയ്ത വേതനത്തിന് വേണ്ടി, ജോലി ചെയ്ത ശമ്പളത്തിന് വേണ്ടി, അവർക്ക് അർഹതപ്പെട്ട കൂലിക്ക് വേണ്ടിയിട്ടാണ് സമരം ചെയ്യുന്നത്. സർക്കാർ ഈ ഘട്ടത്തിലെങ്കിലും ഇത് കണ്ട് എന്ന് നടിക്കുമെന്ന് പ്രതീക്ഷയോടെ മാത്രമാണ് മുന്നോട്ട് പോകുന്നത്. 6 ദിവസം പിന്നിടുമ്പോഴും ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തലിൽ വീര്യം ചോരാതെ തന്നെ അവർ സമരവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപക്ഷെ ഈ 44 ദിവസം പിന്നിട്ടതിന് ശേഷമാണ് ഈ 6 ദിവസത്തെ ഉപവാസ സമരം. ഈ ഉപവാസ സമരം നടക്കുമ്പോൾ, നിരാഹാര സമരം നടക്കുമ്പോഴും സർക്കാരോ ആരോഗ്യവകുപ്പോ ഇത് കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ്. ഒരുപക്ഷെ സർക്കാർ ഇവരെ എപ്പോഴെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. കൃഷ്ണരാജ്. സമരപ്പന്തലിൽ നിന്ന് ആശമാരുടെ പ്രതികരണമടക്കം വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്. ഏതായാലും അവരുടെ സമരം 44 ദിവസം, നിരാഹാര സമരം 6ാം നാൾ. എന്നിട്ടും
സർക്കാർ തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതി, ആവലാതി അവർ പങ്കുവെക്കുകയാണ്. അപ്പോഴും അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തെങ്കിലും ആവശ്യം ഞങ്ങളുടെ പ്രദേശത്ത് വന്നാൽ ഞങ്ങളവിടെ ഓടിയെത്തും എന്നാണ്.